പാലായിക്കടുത്ത് വലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയൻചേട്ടൻ ബിൽഡറാണ്. അദ്ദേഹം ഈ ഭാഗത്ത് മൂന്നാമത്തെ വീട് പണിതേക്കുകയാണ്. ഈ മൂന്നാമത്തെ വീടിൻ്റെ വർക്കും ഞങ്ങൾ കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല ഞങ്ങൾക്കാണ് ഈ വർക്ക് തന്നേക്കുന്നത്. ഞങ്ങൾ മുറ്റത്ത് താണ്ടൂർ സ്റ്റോണും ഇൻ്റർലോക്കും പെബിൾസും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിമനോഹരമായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം പല സ്ഥലങ്ങളിലും വീടുകൾ പണിതിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വലവൂർ ഭാഗത്ത് ഒരേ ഫ്ലോട്ടിൽ മൂന്നാമത്തെ വീടിൻ്റെ വർക്കാണ് ഇത്. ഞാൻ ചെയ്തേക്കുന്നത് രണ്ട് ഡിസൈനായിട്ടാണ്. അത് കയറി വരുന്ന ഭാഗം സിറ്റൗട്ടിൻ്റെ അവിടെ ലെങ്ത് ആയിട്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേന്, അതായത് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ ക്രോസ് ആയിട്ടും വിരിച്ചിരിക്കുകയാണ്. സിറ്റൗട്ടിൻ്റെ പോർഷൻ വരുമ്പം ഞാൻ കുറച്ച് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന റിവർ ബൗൾസ് ഇട്ടിട്ട് മരമുല്ലയാണ് അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ റിവർ ബൗൾസ് എന്ന് വെച്ചാൽ പല കളേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ് കളേഴ്സ് ഉണ്ട്. മരമുല്ല സെറ്റ് ചെയ്ത് വലുതായിട്ടില്ല. ഈ വീട് കിഴക്കോട്ടാണ് ദർശനം വെച്ചേക്കുന്നത്. അപ്പം വെയിലടിക്കുന്നതുകൊണ്ട് പുതിയൊരു പ്ലാന്റ് ഇതുണ്ട്, ഫൈക്കസ് ലയാട്ട. വലിയ ഇലകൾ, വലിയ പൊഴിച്ചിലൊന്നും വരത്തില്ല, നല്ല ബുഷായിട്ട് വരും, നമുക്ക് തണൽ കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാന്റാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. വീടിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോകുമ്പം ഈ സ്റ്റോണിൻ്റെ വർക്കിനേക്കാളും കോസ്റ്റ് കുറവാണ് പെബിൾസിന്. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് വലിപ്പമുള്ള പെബിൾസാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ അവിടെ ഒരു പൈപ്പ് ഉള്ളത് കൊണ്ട് ഒരു 3-4 എണ്ണം, അതായത് 5-6-7 എണ്ണം സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആന്ധ്രയിൽ നിന്ന് വന്ന കടപ്പാക്കല്ലാണ്. അത് നമ്മൾ ചുമ്മാ ഒരു പാസേജ് പോലെ ചുമ്മാ അങ്ങ് ഇട്ടേക്കുവാണ്. അപ്പോൾ ഈ പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോണിൻ്റെ ഏരിയക്കാളും കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. കാരണം സ്റ്റോണിൻ്റെ ഏരിയ വരുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലാണ്. പെബിൾസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ ഏരിയ കുറച്ചിട്ട് പെബിൾസിൻ്റെ ഏരിയ വീടിൻ്റെ ഫുള്ള്, അതായത് 10 സെൻറ്റ് സ്ഥലത്താണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. 10 സെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മുറ്റം നമ്മൾ 2x1 താണ്ടൂർ സ്റ്റോൺ തന്നെയാണ് വിരിച്ചേക്കുന്നത്. അപ്പോൾ ഈ വീടും അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന വീടാണ്. ആദ്യത്തെ 2 വീടും പണിത് വിറ്റു. ഇത് മൂന്നാമത്തെ വീടാണ്. അപ്പോൾ ഇത് പണി തീർന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫിനിഷ്, അതായത് ഇതുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതാ തൊട്ടപ്പുറത്ത് കാണുന്ന വീട് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് കൊടുത്തേക്കുന്ന. ഈ കഴിഞ്ഞ വർഷം ചെയ്തേക്കുന്നതും ഇന്ന് ചെയ്തേക്കുന്നതും തമ്മിൽ നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയ ചെളിയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ലാൻഡ്സ്കേപ്പിന് അത് ചെറിയ മാറ്റമുണ്ട്, പക്ഷേ യാതൊരു വ്യത്യാസമില്ല. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു വീടും കൂടെ ഉണ്ട്, പക്ഷേ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണത്തില്ല. അത് ആ കാണുന്ന വീടാണ്. അതിൻ്റെ വീടിൻ്റെ മുറ്റവും നമ്മൾ ഈ താണ്ടൂർ സ്റ്റോണാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഒരു പോർഷൻ ഞാൻ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. ഇൻ്റർലോക്കിൻ്റെ 8 എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തേക്കുവാണ്. സ്ക്വയർ ഫീറ്റ് 110 രൂപ റേഞ്ചാണ് ഇതിനും വരുന്നത്. അപ്പോൾ ചുമ്മാ ഒരു ഡിസൈൻ നമുക്ക് പല പല വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ. ജയൻചേട്ടൻ്റെയൊക്കെ എടുത്ത് നമുക്ക് എന്തും പറയാവുന്നത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള വർക്കുകൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കേരള സ്റ്റോൺസിനെ ബന്ധപ്പെടുക. അപ്പോൾ ഞങ്ങളുടെ വിലാസം എന്ന് പറയുന്നത് അറിയാമല്ലോ, കേരള സ്റ്റോൺസ് പാലായിലാണ്. പാല പൊൻകുന്നം ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വർക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.